ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡരികിൽ മണ്ണിടിയുന്നു. മഴക്കാലം തുടങ്ങിയതോടെ മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുകയാണ്. ദേശീയപാതാ നിർമ്മാണത്തിനായി തളിപ്പറമ്പ് പട്ടുവം റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും വ്യാപകമായി മണ്ണെടുത്തതോടെ റോഡ് അപകട ഭീഷണി നേരിടുകയാണ്. വളരെയധികം ആശങ്കയോടെയാണ് ഇതുവഴി യാത്രക്കാർ കടന്നുപോകുന്നത്. മണ്ണിടിച്ചിലിനെ കുറിച്ച് പ്രതികരിക്കാൻ ഈ റൂട്ടിലെ സ്ഥിരം യാത്രക്കാരനായ പഴയങ്ങാടി സ്വദേശി കെ.വി. ഫൈസൽ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നു. ശ്രീ ഫൈസൽ, ഇപ്പോൾ എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഏകദേശം ഒരു 4 മണിയോടുകൂടി ഇതുവഴി യാത്ര ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ഇടിയുന്ന സംഭവം കണ്ടത്. അപ്പോൾ ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗത്ത് ബസ്സുകളൊക്കെ പോകുന്ന റൂട്ടാണ്. ഇത് പട്ടുവത്തേക്ക് പോകുന്ന മെയിൻ റൂട്ടാണ്. ഈ റൂട്ടിൽ ഇപ്പം പോലീസ് അധികാരികളും അതുപോലെ തന്നെ തഹസിൽദാറൊക്കെ ഇടപെട്ട് ഇവിടുത്തെ റോഡ് തൽക്കാലം റോഡ് ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ ആ നീലപ്പായ കാണുന്ന വീടിന്റെ തൊട്ട് താഴെ ഭാഗത്തു നിന്നും ഒരു വലിയൊരു പീസ് ഇപ്പം ഒരു 5 മിനിറ്റ് മുമ്പ് ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസും ഹൈവേന്റെ അതോറിറ്റി അധികൃതരും ഇവിടെ എത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ തുടരുക തന്നെ ചെയ്യുന്നു. ഇവിടുന്ന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല താഴ്ചയിൽ ഇവിടെ മണ്ണെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വീടൊക്കെ ഇവിടുന്ന് ആൾക്കാർ ഒഴിപ്പിച്ചു ഓൾറെഡി. അപ്പം അതിന് അടുത്തത് ആ കാണുന്ന നീലപ്പായി കെട്ടിയ വീട്ടിന്റെ അടിഭാഗത്തുനിന്നാണ് ഇപ്പൊ ഒരു വലിയ പീസ് അടർന്നു വീണത്. വീട്ടിനകത്ത് ആളുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അവിടുന്ന് ഇപ്പം തൽക്കാലം മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. പോലീസുകാരും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും പ്രദേശത്ത് കനത്തമായ മഴ തുടരുകയാണോ? മണ്ണിടിച്ചിൽ ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് ഈ ജനങ്ങളെയൊക്കെ എങ്ങോട്ടാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്? നിലവില് അവിടെ ഉള്ള ഒരു വീട്ടിലെ അവരെ കഴിഞ്ഞ ആഴ്ച തന്നെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ തൊട്ട് താഴത്തുള്ള വീട്ടുകാര് ഇനിയും അവിടുന്ന് മാറിയിട്ടില്ല. ആ വീടിന്റെ തൊട്ട് അടുത്തുള്ള ഭാഗത്തു നിന്നാണ് ഈ 5 മിനിറ്റ് മുമ്പ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. പക്ഷെ അവർക്ക് മാറി താമസിക്കാൻ ഇതിനൊന്നും നിർദ്ദേശം കൊടുത്തിട്ടില്ല. പക്ഷെ നാട്ടുകാരൊക്കെ അവരോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ താൽക്കാലികമായിട്ട് അവിടുന്ന് മാറി നിൽക്കണം. അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരും പറഞ്ഞു, നിങ്ങൾ തൽക്കാലം മാറി താമസിക്കുക, ഒരാഴ്ച മഴ ശമിക്കുന്നതിനോടുകൂടി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ മണ്ണിടിച്ചിൽ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റും, ആ തെങ്ങ് ഇന്ന് കാലത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിന്റെ തൊട്ട് താഴിലെ തെങ്ങ് ഇന്ന് കാലത്ത് പോലും ഉണ്ടായിരുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ തുടർന്നപ്പോൾ ആ തെങ്ങ് ഇടിഞ്ഞു വീണു. ഇപ്പൊ ആ തെങ്ങിന്റെ അടുത്ത് നിന്നുണ്ടാ ഒരു വലിയ ഭാഗം തന്നെ ഇടിഞ്ഞു വീഴുന്നതാ ലൈവായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണതാ. അവിടെ ഒരു വീടുണ്ട്, ആ വീടിന്റെ തൊട്ട് പിറകിൽ നിന്നാണ് അടിഭാഗത്തു നിന്നാണ് ഈ മണ്ണ് ഒലിച്ചു പോകുന്നത്. തീർച്ചയായും സംഭവത്തിൽ അധികാരികൾ എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ ഈ വഴിയുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടോ? ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡരികിൽ മണ്ണിടിയുകയാണ്. മഴക്കാലം തുടങ്ങിയതോടെ മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുകയാണ്. ദേശീയപാതാ നിർമ്മാണത്തിനായി തളിപ്പറമ്പ് പട്ടുവം റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും വ്യാപകമായി മണ്ണെടുത്തതോടെ റോഡ് അപകട ഭീഷണി നേരിടുകയാണ്. ഇപ്പോൾ ഫൈസലാണ് നമ്മളോട് കൂടെ ചേരുന്നത്. ഫൈസൽ, ഇപ്പോൾ ആ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് നൽകാവുന്ന വിവരങ്ങൾ? വലിയ വാഹനങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായിട്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2 വീലറും മാത്രമാണ് ഇതുവഴി ഇപ്പോൾ കടത്തിവിടുന്നത്. ഇതുവഴി നിരവധി കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന ഞായറാഴ്ചയാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പ് ഭാഗത്തേക്ക്, പട്ടവും ഭാഗത്ത് നിന്നും തളിപ്പറമ്പിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. ഈ റോഡ് അടച്ചതോടുകൂടി മറ്റൊരു വഴിയിലൂടെ തളിപ്പറമ്പിലേക്ക് എത്തേണ്ട അവസ്ഥയാണ്. ഇന്ന് ഈ ഒരു 2 മണിക്കൂറിനിടയ്ക്ക് തന്നെ നിരവധി വിവാഹ സൽക്കാര വാഹനങ്ങളൊക്കെ ഇതുവഴി പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. ഇതാണ് നിലവിലെ റോഡിന്റെ അവസ്ഥ. ഇപ്പോഴും അവിടെ ശക്തമായ മഴ തുടരുകയാണ്. ഭാഗം ആ വീട് ഉൾപ്പെടെ മഴ ഇവിടെ ശമിച്ചിട്ടില്ല. മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ മഴ പെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ മണ്ണ് വളരെ എന്താ പറയാ ഒരു വളരെ വീണ്ടും അവിടുന്ന് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള മണ്ണാണ്. അപ്പം മഴ ഇതിന്റെ മുകളിൽ വീഴുന്നതിനോട് കൂടിയിട്ട് ഈ മണ്ണ് പൂർണ്ണമായും ഒലിച്ചിറങ്ങിയാണ്. സിമന്റ് കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചാലേക്ക് ഏത് അവസ്ഥയിലാണോ അതേ ഒരു അവസ്ഥയിലാണ് ഒലിച്ചിറങ്ങുന്നത്. പ്രേക്ഷകർ കാണാൻ പറ്റും, ഈ കാണുന്ന ഭാഗത്തൊക്കെ മണ്ണ് വെള്ളത്തോടൊപ്പം ഒലിച്ചു പോവുകയാണ്. ഈ ഒരു ഭാഗം തൊട്ടു മുമ്പ് അല്പം ഒരു 4 മണിക്ക് വരെ ഈ ഒരു ഭാഗത്ത് മണ്ണുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ ഇടിഞ്ഞു പോയതാ, ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗം മുഴുവനും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായും ദേശീയപാത കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നിർമ്മാണത്തിനായി തളിപ്പറമ്പ് പട്ടുവം റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും വ്യാപകമായി മണ്ണെടുത്തതോടെയാണ് റോഡ് ഇത്തരത്തിൽ അപകട ഭീഷണി നേരിടുന്നതെന്നാണ് ജനങ്ങളടക്കം പറയുന്നത്. വളരെയധികം ആശങ്കയോടെയാണല്ലേ ഇതുവഴിയുള്ള യാത്രക്കാർ യാത്ര ചെയ്യുന്നത്? തീർച്ചയായും തീർച്ചയായും. താങ്കളും ഈ വിഷ്വൽ എടുക്കുമ്പോൾ സുരക്ഷിതമായി നിൽക്കുക. ഓക്കെ ഓക്കെ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡിലെ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് കനത്ത മഴയിലും മണ്ണിടിച്ചിൽ തുടരുകയാണ്. മഴക്കാലം തുടങ്ങിയതോടെ മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുകയാണ് അവിടെ. ദേശീയപാത നിർമ്മാണത്തിനായി തളിപ്പറമ്പ് പട്ടുവം റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും വ്യാപകമായി മണ്ണെടുത്തതോടെ റോഡ് അപകട ഭീഷണി നേരിടുകയാണ്. വളരെയധികം ആശങ്കയോടെയാണ് ഇതുവഴി പോകുന്ന യാത്രക്കാർ കടന്നു പോകുന്നത്. പ്രദേശത്തു നിന്നും തത്സമയമാണ് ഫൈസൽ നമ്മളോട് കൂടെ ചേരുന്നത്. ഫൈസൽ, ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ? കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളതല്ലേ? അതെ അതെ, മഴ ക്ഷമിച്ചിട്ടില്ല. എന്തായാലും ഇവിടെയുള്ള വീട്ടുകാരൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് താഴത്തുള്ള വീടുകാർക്കാണ് ഇനിയിപ്പം ഭീഷണിയായിട്ട് വരുന്നത്. കാരണം ആ ഭാഗത്തോട്ട് മണ്ണ്, ഈ കാണുന്ന തെങ്ങിന്റെ പിറകു ഭാഗത്ത്, ഈ തെങ്ങൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടിഞ്ഞു വീഴുന്നതാണ്. കഴിഞ്ഞ ദിവസം വരെ ഈ തെങ്ങ് ഇവിടെ മേലെ ആയിരുന്നുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ തെങ്ങ് ഇവിടെ പൂർണ്ണമായിട്ടും താഴേക്ക് പതിച്ചത്. അതുപോലെ ഇതിന്റെ തൊട്ടപ്പുറത്ത് മണ്ണിടിച്ചിൽ ഇപ്പൊ തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ തുടരുകയാണ് ചെയ്യുന്നത്. നന്ദി ഫൈസൽ. യാത്രികനായിട്ടുള്ള പഴയങ്ങാടി സ്വദേശി KV ഫൈസലാണ് കേരള വിഷൻ ന്യൂസിനോട് ഇപ്പോൾ പ്രതികരിച്ചത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ഫൈസൽ തന്നെയായിരുന്നു. ഇപ്പോഴും മണ്ണിടിച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയാണ് പ്രദേശത്തുള്ളത്. സമീപത്തുള്ള ജനങ്ങളെയൊക്കെ, ജനവാസയോഗ്യമായിട്ടുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ജനങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ചെറിയ വാഹനങ്ങൾ മാത്രമേ ആ റോഡ് വഴി കടത്തിവിടുന്നുള്ളൂ. നിലവിലുള്ള ഈ കുന്നിന്റെ ഹൈറ്റിലുള്ള ഈ ഒരു കുന്ന് ഇടിച്ച് ഇതിന്റെ താഴത്തുള്ള ഒരു കുന്നും ഇനി അതിന്റെ താഴത്തുള്ള ഒരു വലിയൊരു ഭാഗം തന്നെയാണ് നമ്മള് മാധ്യമങ്ങളിലൊക്കെ വായിച്ച വയൽക്കിളികളുടെ സമരം നടന്ന ഒരു പ്രദേശമാണ് എന്റെ നേരെ ഈ കാണുന്നത്. അതിന്റെ തൊട്ട് മുമ്പാണ് കുപ്പം പുഴക്കും ഈ വയൽക്കിളികൾ സമരം നടത്തിയ ഈ പാടശേഖരത്തിന്റെ തൊട്ട് ഇടയിലുള്ള ഒരു വലിയൊരു കുന്നാണ് ഇടിച്ച് ഇത്തരത്തിലാക്കിയിരിക്കുന്നത്. എന്തായാലും 45 മീറ്റർ വീതിയുള്ള റോഡിന് ഈ ഒരു കുന്നിന്റെ ഭാഗം ഇടിച്ചത് പോരാ, ഇനിയും ഇതിന്റെ പരിസരത്ത് ഇടിച്ചാൽ മാത്രമേ ഈ പരിസരത്തുള്ള വീടും മറ്റ് ഭൂമിയും സുരക്ഷിതമായി നിൽക്കുകയുള്ളൂ. തീർച്ചയായും സംഭവത്തിൽ അധികാരികൾ എന്താണ് ഫൈസൽ പറയുന്നത്? ദേശീയപാത നിർമ്മാണത്തിനായിട്ട് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. പറഞ്ഞോളൂ. അതെ, നിലവിലെ പോലീസുകാർ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്. ഒട്ടുമിക്ക ഓഫീസർമാരും ഇന്ന് അവധിയായിരിക്കാം. പിന്നെ തഹസിൽദാർ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവഴിയുള്ള റോഡ് ഗതാഗതം നിരോധിക്കാൻ വേണ്ടി. നമുക്ക് കാണാൻ പറ്റും ആ പാലത്തിന്റെ താഴത്തുള്ള മറ്റൊരു റോഡിലേക്ക് കൂടിയാണ് ഇപ്പം കാറ് പോലുള്ള വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. ബസ് പൂർണ്ണമായും കൂവോട് 7-ാം മൈൽ കൂവോട് വഴി പട്ടുവത്തേക്ക് വരാനും അതുപോലെ തന്നെ കാറ് പോലുള്ള വാഹനങ്ങൾ മറ്റൊരു വഴിയിലേക്ക് കൂടിയാണ് കടത്തിവിടുന്നത്. ശരി, നന്ദി ഫൈസൽ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡരികിലാണ് മണ്ണിടിയുന്നത്. മഴക്കാലം തുടങ്ങിയതോടെ മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിനായി തളിപ്പറമ്പ് പട്ടുവം റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും വ്യാപകമായി മണ്ണെടുത്തതോടെ റോഡ് അപകട ഭീഷണി നേരിടുകയാണ്. വളരെയധികം ആശങ്കയോടെയാണ് ഇതുവഴി യാത്രക്കാർ കടന്നുപോകുന്നത്. തത്സമയം നമ്മളോടുകൂടെ ചേരുകയായിരുന്നു പഴയങ്ങാടി സ്വദേശി KV ഫൈസൽ.